ഹലോ ഹായ്. അപ്പോൾ ഇതാക്കണം എൻ്റെ പുതുപെണ്ണിൻ്റെ ഡ്രസ്സിൻ്റെ വർക്കൊന്നും തീർന്നിട്ടില്ല കേട്ടോ. ധാവണിൻ്റെ വർക്കാണ്. അപ്പോൾ പശയൊക്കെ തേച്ച് പെരിയുന്ന ആ താത്താൻ്റെ പെരിയുന്ന ഒട്ടിച്ച് വീട്ടിലേക്ക് കൊടുന്ന് കല്ലൊക്കെ പശ തേച്ച് ഒട്ടിച്ച് വീട്ടിൽ കൊടുന്ന് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാണ് കേട്ടോ. പെരിയിലിരുന്ന് കണ്ട് നമ്മളെ സൗകര്യം പോലെ ചെയ്യാലോ എന്ന് കരുതി കൊടുക്കുന്നതാണ്. അത് പെട്ടു എന്ന് പറഞ്ഞ മാതിരിയായി, ഒന്നും നടന്നില്ല. പിന്നെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെയാണ് വർക്കൊക്കെ ഫുള്ളായിട്ട് ചെയ്ത് തീർന്നത്. വർക്ക് സിമ്പിളായിട്ടുള്ള വർക്കാണ്. അന്ന് ഒരു ദിവസം തലേന്ന് രാത്രിയാണ് ഈ പശ തേച്ച് ഒട്ടിച്ച് അവിടുന്ന് ഷാളും കൊണ്ട് പോകുന്നത്, ധാവണിയും കൊണ്ട് പോകുന്നത്. പിന്നെ അന്ന് രാത്രി ഇവിടെ 12 മണിയാകുമ്പോൾ ഇരുന്ന് ചെയ്തു. സിമ്പിളായിട്ടുള്ള വർക്കാണ്. അതാ കണ്ടില്ലേ. പക്ഷേ ഒരുപാട് നല്ല ലെങ്ത് ഉണ്ട് ഷാള്. അത് മുഴുവൻ ചെയ്ത് തീർന്നില്ല. 12 മണി കഴിഞ്ഞു. അങ്ങനെ സിംബ കടന്നുറങ്ങി ക്ലിയോ എന്നെ കാത്ത് നിൽക്കണം. പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ഉണ്ട് പിന്നത്. അപ്പോൾ രാവിലെ തന്നെ വെള്ളിയാഴ്ചയാണ്, ബീഫൊക്കെ പോയി വാങ്ങി. വെള്ളിയാഴ്ചയല്ല, വ്യാഴാഴ്ച ബീഫൊക്കെ പോയി വാങ്ങി കറിയൊക്കെ വെച്ച് കപ്പപ്പുട്ടാണ് ഉണ്ടാക്കാൻ കരുതിന്. രാവിലെ തന്നെ ബീഫ് വണ്ടി വന്നു, ഇറച്ചി വണ്ടി വന്നു. ബീഫൊക്കെ വാങ്ങി ബീഫൊക്കെ റെഡിയാക്കി എണ്ണ വറന്ന് കടുക് പൊട്ടിച്ച് ബീഫൊക്കെ കഴുകി വെച്ചിരുന്നു കേട്ടോ. നന്നാക്കി ഉള്ളിയും വെളുത്തുള്ളിയും വെല്ലുള്ളിയും ഇഞ്ചി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു. കടുക് പൊട്ടിച്ചതേക്ക് ഇതൊക്കെ അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എളുപ്പപ്പണികൾ നോക്കുകയാണ്. ഈ പണികൾ ഇവിടെ വേറെ തന്നെ കുറേ ഉണ്ടാവുകൊണ്ട് വീട്ടിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പം പണികൾ ഒരുക്കി വെക്കുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടത് വഴണ്ട് വന്ന് തക്കാളി കറിവേപ്പിലൊക്കെ ഇട്ടെടുത്തു. കറിവേപ്പില ഞാൻ ലാസ്റ്റേ ഇടലുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് പോകും. അതിൻ്റെ ഇടയിൽ കൂടെ അടിച്ചുവാരലും തുടക്കലും അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിച്ചിട്ടിരിക്കണം. ഇന്ന് കറണ്ട് നേരാക്കാൻ ആൾ വരുന്നുണ്ട്. അപ്പം അതിമക്കൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ മസാല കൂട്ടി ബീഫ് വന്നു. പിന്നെ ഒപ്പം പുട്ട്, കപ്പപ്പുട്ട് റെഡിയാക്കണുണ്ട്. തേങ്ങയൊക്കെ ഇട്ട് പുട്ടുപൊടിയൊക്കെ ഇട്ട് അത് റെഡിയാക്കി ചുട്ടെടുക്കണുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ ചക്ക ഇടാൻ പെരിക്ക് പോകുന്നുണ്ട്. അനിയത്തിക്ക് ചക്കയും പലവകയൊക്കെ വേണമെന്നാണ്. പലവക ഞാൻ ബീഫിൻ്റെ ഇറച്ചിൻ്റെ ഒപ്പം തന്നെ പലവക വാങ്ങി വെച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഇനി നേരെ അതിന് പോകണം. അതിനിപ്പോൾ ഇത് കഴിച്ചതിന് മുന്നേ ഞാൻ രാവിലെ വെറും വയറ്റിൽ ബീട്രൂട്ടിൻ്റെ വെള്ളം കുടിക്കലുണ്ട്. അതും കുടിച്ചൊക്കെ കഴിച്ച് ചക്ക ഇടാൻ പോയി. ചക്കയൊക്കെ ഇട്ട് മുറ്റത്തില്ല തന്നെ ഉണ്ട്, നമ്മളെ അമ്പലത്തിലെ ചക്ക തന്നെയാണ്. ചക്കയൊക്കെ ഇട്ട് അത് ഇമ്മലില്ല പണിയും ഒക്കെ കഴിഞ്ഞ് അപ്പോൾ പെരേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ചക്കയും പലവകയൊക്കെ വെക്കണത് കേട്ടോ. അനിയത്തി ഗർഭിണിയായിരിക്കുകയാണ്. അപ്പോൾ ചക്ക ഇതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ പലവക ഞാനിവിടെ നന്നാക്കി മസാലയൊക്കെ തിരുമ്പി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇനി നേരെ ഇതായിട്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. പിന്നെ ബീഫ് ചക്കൻ്റെ അടിയിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പൗത്ത ചക്ക എടുത്ത് കുറച്ച് അരിഞ്ഞ് വെച്ച് മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി. അവിടെ കറണ്ടിൻ്റെ പണിക്കാർ വന്നിരിക്കണം. ഉച്ചക്ക് പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാനതൊന്നും തിന്നാൻ നിന്നില്ല കേട്ടോ. പൊറാട്ട കൊടുന്നിരുന്നു, അത് കഴിച്ചു. അവിടെ കറണ്ടിൻ്റെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് പോലും ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാകെ കാണുമോ വൈറലാകുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കട്ടെ. അവിടെ ആകെ പരന്ന് കിടക്കുകയാണ്. ഒക്കെ ഇനി ലാസ്റ്റ് നേരാക്കാം, വീട്ടിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ അതിനുള്ള ഒരുക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സിംബ പോലെ ഇതൊക്കെ ഇതെന്താ സംഭവം എന്നൊരു അന്തം മുട്ട് നോക്കിക്കണം. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞവർക്ക് പിന്നെ ചിപ്സും കട്ടൻ ചായയും കൊടുത്തു. ഇഞ്ചി ജോലികളും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇനി പോകാനില്ലൊരുക്കണം. അപ്പോൾ ഇപ്പം അടിച്ചു വാരി ഒക്കെ റെഡിയാക്കി ഉടക്കി പൊറുക്കി വെക്കട്ടെ എന്ന് കരുതി. അപ്പോൾ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകാനില്ലൊരുക്കാണ് കേട്ടോ.
അപ്പം അത്രേ ഉള്ളൂ. ഷോർട്ട് വീഡിയോ ആണ്. കല്യാണ തിരക്കായിട്ടൊന്നും ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അത്രേ ഉള്ളൂ എടുത്ത് വെച്ചിട്ട്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻ്റ് ഇടണേ, ആരും മറക്കരുത്. അപ്പം അത്രയൊക്കെയുള്ളൂ. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അളിയക്കാൻ്റെ ഒപ്പമാണ് പോകുന്നത്. അളിയക്കയും താത്തയും പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ ഓലൊപ്പം പോവുക. അന്ന് വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ ബായ്.